ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു. ഇപ്പോഴാ തിരിച്ചു വന്നു. എല്ലാം വിശദമായിട്ട് ഇപ്പോഴാ അറിയാൻ കഴിഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ടു. വരുൺ എവിടെ? ഇവിടെ അകത്തുണ്ട്. നീ വാ, ആദ്യം വരുണിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. വരുൺ, വരുൺ, കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ കുറച്ച് വൈകി. സത്യം പറഞ്ഞ ഞാനിവിടെ ഉണ്ടാകേണ്ട സമയമായിരുന്നു. ആരുമില്ലാത്തപ്പോഴാണല്ലോ ദുരന്തങ്ങൾ വരിക. അതിന് താനിങ്ങനെ തളർന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞതൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ടാവില്ല. പക്ഷെ മുന്നോട്ടുള്ളത് മാറ്റി എഴുതാൻ പറ്റും. വിട്ടുകള വരുൺ. വരുണിന് പുതിയ ബിസിനസ് തുടങ്ങാനാണോ താല്പര്യം? തീരുമാനിച്ചില്ല. വരുൺ അതിനുള്ള ശ്രമത്തിലായിരുന്നു. വിദേശത്ത് പോകാൻ തീരുമാനിച്ചിട്ട് അതും മുടങ്ങി. സാരമില്ല വരുൺ, അത്യാവശ്യം കുറച്ച് പണം അറേഞ്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. എന്റെ കയ്യിലുണ്ട്. ഞാനത് തരാം. സൗകര്യം പോലെ വരുൺ അത് തിരിച്ചു തന്നാ മതി. ആരതി, ഈ നല്ല വാക്കിന് നന്ദി. ആരതി ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സഹായം, സാമ്പത്തിക സഹായം, അത് വേണ്ട. അല്ല, ഞാൻ ഇവളുടെ ചേച്ചിയല്ലേ? ആ, അറിയാം. എന്നാലും വേണ്ട. ഈ വീഴ്ചയെന്ന് ഞങ്ങൾ സ്വയം കയറണം. വേറൊരാളുടെ കൈ പിടിച്ചിട്ട് എഴുന്നേക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കുന്ന പ്രതീക്ഷയില്ല ഞാൻ വിദേശത്ത് കഴിഞ്ഞത്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം തകർന്നുപോയി. കണിമംഗലവും നിങ്ങളുടെ ജീവിതവും ചെറിയമ്മയുടെ കാര്യമെല്ലാം. പരമാവധി ശ്രമിച്ചു. പക്ഷേ നിസ്സഹായരായിപ്പോയി. വരുൺ ഉത്തരവാദിത്വം കാണിക്കുമെന്ന് എനിക്കറിയാം. അതിലെനിക്ക് ഒരു സംശയമില്ല.